പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് അനു. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ്. 2023 ജാനുവരിയിലാണ് ഞാൻ ഇവിടെ വരുന്നത് ഉടമ്പടി എടുക്കാനായിട്ട്. അതെൻ്റെ എക്സാമിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് അവിടുന്ന് മാതാവിൻ്റെ തിരുരൂപം അവിടുന്ന് ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ആ ദിവസം തന്നെ ലഭിച്ചു. അതിന് ഞാൻ മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് ജനുവരിയിലും ഫെബ്രുവരിയിലും പിന്നെ ഏപ്രിലും ഞാൻ OETയുടെ എക്സാം എഴുതി. എനിക്ക് ഈ 3 ടൈമിലും എക്സാം കിട്ടിയില്ല. ഒരേ മൊഡ്യൂളിന് തന്നെയായിരുന്നു എനിക്ക് ഡെയിലി പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥന രാവിലെയും വൈകിട്ടും എന്നും ചെല്ലുമായിരുന്നു. ഞാനൊരു നേഴ്സാണ്. ഹോസ്പിറ്റലിൽ പോകുന്ന ടൈം കിട്ടുമ്പോഴെല്ലാം ഞാൻ ചെല്ലുമായിരുന്നു. അത് കഴിഞ്ഞ് ജൂലൈയിൽ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു. എനിക്ക് എക്സാം പാസ്സായി. അത് കഴിഞ്ഞ് എക്സാം ഞാൻ പാസ്സായി കഴിഞ്ഞപ്പോഴും എനിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അങ്ങോട്ടേക്കുള്ള ഇൻ്റർവ്യൂസ് ഒന്നും നടക്കുന്നില്ലായിരുന്നു, ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് എക്സാം പാസ്സായി 1 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടുന്നത് തന്നെ. ആ 1 വർഷം ഇൻ്റർവ്യൂ കിട്ടി. ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ പാസ്സായി. അവരെന്നോട് പറഞ്ഞു ഇൻ്റർവ്യൂ സെലക്റ്റായി, ഓഫർ ലെറ്ററും കൊണ്ട് വരാമെന്ന് പറഞ്ഞു പോയിട്ട് അവർ 1 വീക്ക് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അവർക്ക് ലിമിറ്റഡ് വേക്കൻസീസേ ഉള്ളെന്ന്. അപ്പോൾ എൻ്റെ എക്സാമിൻ്റെ വാലിഡിറ്റി ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും എനിക്കൊരു എക്സാം വന്ന് ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ആ എക്സാം പാസ്സാകാൻ സാധിച്ചു. ഈ എല്ലാ എക്സാമിലും ഞാൻ ഈ തിരുരൂപം കൈവച്ചുകൊണ്ടായിരുന്നു ഞാൻ ഓരോ എക്സാം ഇൻ്റർവ്യൂസും അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എക്സാം കിട്ടി. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂസും കിട്ടി. ഇപ്പോൾ എനിക്ക് എൻ്റെ പ്രോസസ്സിങ്ങിൽ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയായി. മാതാവിനും തിരുകുമാരനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ കുഞ്ഞിന് അസുഖം വരുമ്പോഴെല്ലാം മാതാവിൻ്റെ തേനും എണ്ണയും ഞാൻ അവന് തേച്ച് കൊടുക്കാറുണ്ട്. എനിക്ക് പ്രഷ്യസായിട്ട് കിട്ടിയൊരു കുഞ്ഞാണ്. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവനെയും ഇവിടെ വന്ന് തൊഴിയിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാ നന്മകൾക്കും മാതാവിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്കൊരു വലിയ എക്സാമുണ്ട്. ആ എക്സാമിന് മാതാവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി. തോബിത്തിൻ്റെ പുസ്തകം 4:19. ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക, നിൻ്റെ പാതകൾ നേരെയാകുവാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കുവാനും അവിടുത്തോട് പ്രാർത്ഥിക്കുക. കർത്താവാണ് എല്ലാ നന്മയും നൽകുന്നത്. അവിടുന്ന് എളിമപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നവനെ അങ്ങനെ ചെയ്യുന്നു. അതിനാൽ മകനെ, എൻ്റെ കൽപ്പനകൾ അനുസ്മരിക്കുക, അവ നിൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുവാൻ അനുവദിക്കരുത്. അനു എന്ന ഈ മകൾ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സവിധത്തിലെത്തി ഉടമ്പടി എടുക്കുകയും അമ്മയുടെ ഉടമ്പടി പ്രകാരം ജീവിതത്തെ നയിക്കുകയും ചെയ്തപ്പോൾ മകൾ 4 തവണ OET എഴുതി പരാജയപ്പെട്ടത് അടുത്ത തവണ അമ്മയിൽ ആശ്രയിച്ച് പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്യുമ്പോൾ ലഭിച്ച വിജയത്തെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. 4 തവണ എഴുതി പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരുടെ കഴിവുകൾ അവൾ നന്നായി ആദ്യത്തെ 4 തവണയിലും പഠിക്കാവുന്ന വഴികളിലൂടെയൊക്കെ പഠിച്ചു, ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു, ചോദിക്കാവുന്ന ഇടങ്ങളിലൊക്കെ ചോദിച്ച് അതിൻ്റെ കുറുക്കുവഴികളും പഠന മേഖലകളെയും ഒക്കെ കണ്ടെത്തുവാൻ അവൾ പരിശ്രമിച്ചിട്ടുണ്ട്. കഴിവ് മുഴുവനും പരാജയപ്പെട്ട് 0-ലെത്തുമ്പോഴാണ് എനിക്ക് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടുള്ള 5ാമത്തെ പരിശ്രമത്തിന് മുമ്പ് കൃപാസനം അമ്മയുടെ അരികിലെത്തി ഉടമ്പടി എടുക്കുന്നത്. അവൾ പറയുന്നുണ്ട്, ഞാൻ സന്തോഷത്തോടു കൂടിയാണ് ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങിയത്. ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ എനിക്ക് പുതിയ കാര്യങ്ങളായിരുന്നുവെങ്കിലും ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ എനിക്കെപ്പോഴും ഉത്സാഹമായിരുന്നു. അതുകൊണ്ട് തന്നെ 5ാം തവണ ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എനിക്ക് അമ്മയുടെ വലിയ സംരക്ഷണം കൂടെയുണ്ടെന്ന് നല്ല വിശ്വാസത്തിലാണ് ഞാൻ ആ പരീക്ഷാമുറിയിലേക്ക് ചെന്നതും അതിൻ്റെ ഓരോ മേഖലകളിലും ഞാൻ പങ്കുചേർന്നതും. അതെനിക്ക് അമ്മ മാതാവ് മാത്രം എനിക്കത് വിജയമായി നൽകിയതിന് ഞാൻ സന്തോഷിക്കുന്നു. അമ്മയുടെ മുമ്പിൽ ഞാനത് സാക്ഷ്യം പറയുവാൻ സന്തോഷത്തോടെ എത്തിച്ചേരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ കഴിവുകൾ പരിമിതമാണ്. നമ്മുടെ ഓർമ്മയ്ക്ക് പോലും പരിമിതിയുണ്ട്. പഠിച്ചതൊക്കെ ഒരേ സമയം നമ്മുടെ ഉള്ളിലേക്ക് വരിക പോലുമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ഉടമ്പടി മാതാവിൻ്റെ പ്രത്യേകത, അമ്മ മാതാവ് അമ്മയിൽ ശരണപ്പെട്ട് ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ കൊടുക്കുകയും നിബന്ധനകൾ പാലിച്ച് ഉടമ്പടി ജീവിക്കുകയും ചെയ്യുമ്പോൾ തിരുക്കുമാരൻ്റെ മുമ്പിൽ വേഗത്തിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്നുള്ളതാണ്.
അതാണ് മകളുടെ ജീവിതം നമ്മോട് പങ്കുവെക്കുന്ന സാക്ഷ്യവും. മകൾക്ക് ലഭിച്ച അനുഗ്രഹത്തെ ദൈവസന്നിധിയിൽ നന്ദിപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി മാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.